കൊച്ചിയിൽ പുതുവർഷ തലേന്ന് വാഹനാപകടത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ അടിയേറ്റു വീണയാൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശിയായ ഹനീഫയാണ് മരിച്ചത്. കേസിൽ പ്രതിയായ ഷിബു ഒളിവിലാണ്. രാഗിനുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായി. രാഗിൻ, ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരൊറ്റ വീഴ്ചയായിരുന്നു അദ്ദേഹം. തീർച്ചയായും കഴിഞ്ഞ 31-ന് രാത്രി 11:45 ഈ സംഭവം ഉണ്ടാകുന്നത്. കാഞ്ഞിരമറ്റത്ത് ഷിബു എന്നയാളുടെ ഒരു വാഹനം, ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതിന് പിന്നിലായി ഹനീഫ എന്ന് പറയുന്നയാളുടെ വാഹനം തട്ടി. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കങ്ങളായ ഘട്ടത്തിലാണ് ഈ മുന്നിലുണ്ടായിരുന്ന ഷിബു, ആ വാഹനത്തിന്റെ ഉടമ ഷിബു ഹനീഫയെ അടിക്കുന്നത്. അങ്ങനെ അടികൊണ്ട ഹനീഫ നിലത്ത് വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം ഗുരുതരമായിരുന്നു അവസ്ഥ. പോലീസുമായി സംസാരിച്ചു. പോലീസ് പറയുന്നത് തലയ്ക്ക് അടക്കം ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. ഈ അടി കൊണ്ട ശേഷം നിലത്ത് വീണ ഘട്ടത്തിൽ തലയ്ക്കടക്കം ഗുരുതരമായ പരിക്കേറ്റു. 54 വയസ്സുണ്ട് ഹനീഫയ്ക്ക്. തുടർന്നാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത കുറ്റം തന്നെയാണ്. ഈ ഹനീഫ സീരിയസ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് കൂടി ഷിബു എന്നയാൾ, ഈ കേസിലെ പ്രതി, ഒളിവിൽ പോയിരിക്കുകയാണ്. ഷിബു അവിടെ തന്നെയുള്ള സ്വദേശിയാണ് എന്നാണ്, കാഞ്ഞിരമറ്റം സ്വദേശിയാണെന്നാണ് വ്യക്തമാകുന്നത്. ഷിബുവിനെ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 31-ന്, അതായത് പുതുവത്സര തലേന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കാഞ്ഞിരമറ്റത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ശരി.